ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം വീട്ടിൽ നിന്ന് രാവിലത്തെ ചായ കുടിക്കുകയാണ്. 8 മണിയാണ്, ഇതൊരു 6-6:30 കുടിക്കണത്. ചായ കുടിച്ചു, കുറച്ച് കേക്ക് ഉണ്ടായി അവിടെ. കേക്ക് കഴിച്ചു, അച്ചപ്പം, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. കാരണം കുറെ നാളായി വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ചിട്ട്. ഇതൊക്കെയാണ് മക്കളെ ലക്ഷറി ലൈഫ്. ശരിക്കും ഇതൊക്കെയല്ലേ വൈബ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രഷിൻ്റെ കളർ വരെ മറന്നുപോയി. അതാണ് എൻ്റെ അവസ്ഥ. മറ്റേ ഉമ്മച്ചിട്ട് ചോദിച്ചിട്ട് ഉമ്മച്ചി ഇതല്ലേ എൻ്റെ ബ്രഷ് എന്ന് ചോദിച്ചിട്ട് എത്ര സമയം ഓട്ടതെന്നറിയോ. അയ്യോ, ഇനി 9 കൊച്ചി, 10 കാസർഗോഡ്, 11 കാസർഗോഡ്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. സെറ്റാക്കാം. അങ്ങനെ സമയം ഉച്ചയായി. കുറേ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് ചില മാറ്റങ്ങളൊക്കെ നല്ലതല്ലേ 2026 സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എന്നാണ് പറയണ്ട, കാണിച്ചു തരാം. വിളമ്പിത്തരുന്നത് കാലം കുറേ അയച്ചു കൊടുക്കാം. Yes, go for that surprise. Let's go. Friends in the morning. Okay, bye. Bye. ഹലോ ഗൈസ്. യെസ് ബോസ്. എവിടെ ബോസ്? അതങ്ങനെ വരൂ. ബോസ് യെസ് യെസ്. ഇതാ നമുക്കിവിടെ കറിയുണ്ട്. അതിന് കീബോർഡ് 1,30,000 രൂപയുടെ കീബോർഡ്. കുറച്ചാ കൂട്ടിയോ? കുറച്ചുകൂടി വേറെ സംഗീത അല്ലെ പുള്ളി എന്ത് രഞ്ജിത്തേട്ടൻ അവിടെ കല്യാണത്തിനൊക്കെ പോയിണ്ടായി. അതുകൊണ്ട് പുള്ളിയുടെ കൊച്ചിന്റെ അടി വിളിച്ചില്ലല്ലോ. അതിന്റെ അതൊക്കെ നടക്കണ്ട്. അല്ലാണ്ട് അല്ല കീബോർഡ് എടുത്ത് തന്നാ ഞാൻ വായിച്ചോക്കട്ടെ. ഭയം കട്ടേനാ ഇതെല്ലാം കിട്ടണ്ട്. ആശ്വാസമായി. KFC-യാ? ഏതോ കേള് ഓഫറാ? എനിക്ക് ഓഫർ ആ ഓഫർ ആലോചിക്കാം. ന്യൂ ഇയറിനാ അവള് ഞാൻ അവിടെ പോയതാണ്. എനിക്ക് ഐഡിയ ഉണ്ടല്ലോ എമിറേറ്റ്സ് ഐഡി. അപ്പൊ അത് പുതുക്കാൻ വേണ്ടി പോയതാ. മൊത്തത്തിലൊന്ന് പുതുക്കിട്ട് വന്നു. മനസ്സിലല്ലേ പുള്ളേ? ദുഷ്ടന്മാർ നിന്നോടൊക്കെ ഉണ്ടല്ല. ഞാൻ ചോദിക്കും. ഞാൻ ഇതിങ്ങനെ നോക്കിയാ ഇതിപ്പോ നിങ്ങളെ മാത്രം എല്ലാരെയും കിട്ടും. എന്നെയും കിട്ടും, നിങ്ങളെയും കിട്ടും. ഫുള്ളാണ് ഈ കട മൊത്തം കിട്ടും. നീ ഈ കടയെ പറ്റി ഒരു വീഡിയോ എടുത്ത്
ഈ കട എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു കടയാണ്. കട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ച് വളരെ വളരെ മികച്ചാണ്. ഇതിനെപ്പറ്റി പറയണ്ട. ഇതിനെപ്പറ്റി എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വളരെ നല്ലൊരു ഇതാണ്. ഷോറൂം നല്ലൊരു ഷോറൂമാണ്. എല്ലാം കിട്ടുന്ന ഒരു ഷോറൂമാണ്. മ്യൂസിക്കലി എല്ലാം കിട്ടുന്ന ഒരു ഷോറൂമാണ്. പിന്നെ നീതു ഇവിടെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നീതുവിന് വേണ്ട പിന്നെ ആരിടും. വാ സാധനം പേയ്മെന്റാണോ അല്ലേ? അതെ എന്റെ പണപ്പെട്ടി ചേച്ചി. അതെ അതെ ചേച്ചിയല്ലേ നീതു. സ്റ്റാൻഡ് ഉണ്ടോ ഫ്രീ? അതെ ഇവിടെ തുറക്കല്ലേ അൺബോക്സ് ചെയ്യല്ലേ? ഞാൻ പറഞ്ഞിട്ട് ചെയ്താ മതി. ആ കാശ് കയറണ്ടേ? കാശല്ലേ മെയിൻ. അതെ ഇടയ്ക്ക് എടുക്കാറൊന്ന് സെറ്റ് ചെയ്താ പ്ലീസ്. ഒരു ചെക്കനാ എനിക്ക് റേറ്റ് പറഞ്ഞ എത്രയാന്ന് പറയണം. എനിക്ക് പറഞ്ഞു 1.20 സംതിങ് പറഞ്ഞു. 1.20 22 പിടിക്കാം. 25 ഫുൾ പേയ്മെന്റ് വേണ്ട. ബിരിയാണി വരെയുള്ള പാന്റ് അത് മതി. നിന്റെ വേറെ എത്ര ഫണ്ണി ആയിട്ടുള്ള ഒരു കസ്റ്റമർ എവിടെയെങ്കിലും ഉണ്ടാവും. സൗദി ചെന്നപ്പോൾ അതെ അവിടെ ശല്യം പറഞ്ഞു. ബ്ലോഗിലുണ്ട് കണ്ടു നോക്കി. നീ വീണ്ടും വന്നു. ആരവിടെ? അവിടെ ആരുമില്ല. ഇവിടെ ഇരുന്ന് ആ പേയ്മെന്റ് ഇതിന്നൊരു 70 എടുക്ക്. ബാക്കി ജീപ്പ് ചെയ്യാം. അതെങ്ങനെ ക്രെഡിറ്റ് കാർഡ് ചെയ്യണം? ജീപ്പ് ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണോ? അതും തരാം. ക്രെഡിറ്റ് കാർഡിൽ ജീപ്പ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ക്രെഡിറ്റ് ഉണ്ട് പറ്റുമോ? ക്രെഡിറ്റ് കാർഡിൽ ജീപ്പ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാ? ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീപ്പ് അങ്ങനെ പറ്റുമോ? ചെയ്ത് നോക്കട്ടോ. അതെനിക്ക് ആവണമെന്നില്ല. രഞ്ജിത്തേനൊക്കെ ആവും. രഞ്ജിത്തേനാവാം. രഞ്ജിത്തേനാരാ? അങ്ങേർക്ക് ഇനി ഏത് ബിസിനസ് ബാങ്കിലും അത്ര ഇല്ലാണ്ടുള്ളൂ. എല്ലാരും സുഖമായിട്ടിരിക്കണേ. എത്ര? 25 ഒന്നും പോയടോന്ന്. ഞാനാ വില പറഞ്ഞേ. വോയിസ് റെക്കോർഡ് ഇല്ലേ? വോയിസ് റെക്കോർഡ് ഇല്ല. എടുത്തു നോക്ക്. ഒരു ചേട്ടനില്ല. അങ്ങനെ പറഞ്ഞൂടാ. എത്ര വലിക്കണേന്ന് കൂടെ പറഞ്ഞു. ഫോൺ 70 75 എടുത്ത് നോക്കി. ആവശ്യത്തിന് കാര്യമില്ല. 80 ഫുൾ പേയ്മെന്റ്. എന്റെ EMI ഒതുക്കി ഞാൻ നല്ല ഹാപ്പി ആയിട്ട് സന്തുഷ്ട കുടുംബത്തിൽ. പിൻ നമ്പർ പറഞ്ഞടാ. അയ്യോ പിന്നെ നമ്പർ മറന്നുപോയി. ഒരു മിനിറ്റ് ബാക്ക് അടിച്ചു. നീ ചെന്നിട്ട് കിടന്ന് ഉറങ്ങുക. നീ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോ. തരൂർ മാന്യനാണ്. ഒരു അന്തസ്സുണ്ട്. ഇല്ലടാ അത് ഓഫാണ്. ഓണാക്കണം. അടുത്ത വീഡിയോ എടുക്കണം കേട്ടോ. MX6 പൊട്ടിക്കുന്ന എടുക്കണേ. അതാണ് മെയിൻ. ഞാൻ പിടിച്ചോണ്ടിരിക്കാം. ഇതെങ്ങനെയാ ഇത് മാറ്റാ? റീസെറ്റ് പിൻ. എത്ര പഞ്ഞടിക്കാം. നിനക്ക് കണ്ണ് കാണത്തില്ലാത്തതിനാണ് ഈ കണ്ണാടി വെച്ചേക്കണേ. ശരിക്കും എനിക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് അടുത്ത് കാണാം. സംഗീതം നല്ല രീതിയിൽ കാണാൻ പറ്റും. നോക്കട്ടെ. കുരുവില്ലാതെ സംഗീതം ഇന്ന് നല്ലത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്.
മതി മതി മതി. ആ പോസ്റ്റ് നല്ലുണ്ട്, നല്ലുണ്ടോ? ആ ഗ്ലാസ് നല്ല ഉണ്ട്, മേടിച്ചോ. അതെനിക്ക് ഓഫറിന് കിട്ടിയതാ. 2,400. വേണ്ട, ബാക്കി how much for ബാക്കി? നിനക്ക് എങ്ങനെ വേണേലും തരാം. ഇപ്പൊ ചെയ്യാം. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് വേണം? I have money. I have money. സത്യം പറ കൊറേ ആള് വരുമോ? എന്റെ വീട് ആരുമില്ല, തലക്കകത്ത് ആരുമില്ല. 50 രൂപ. 50 രൂപയോ? എടാ കൊറക്കടാ, ഒരു ഇല്ലടാ, എന്ത് നാടാ നീ നോക്കിക്കോ. എന്ത് നാടാ, ആയതുകൊണ്ടാ റേറ്റ് പറഞ്ഞേ. ഒരു 1000 രൂപ. 1000 1000. ഒരു സ്വൈപ്പിംഗ് ചാർജ് ഒഴിവാക്കി. ഇതിന് ചെയ്ത സ്വൈപ്പിംഗ് എടാ ഒരു 1000 രൂപ കൊടുത്തു. 49 അങ്ങോട്ട് ഇങ്ങോട്ട് 49. എടാ എന്തുട്ടാ അടിച്ചു. എന്തെന്നാ 1000 രൂപ ക്യാഷ് ഇട്ടതാ. നീ 1,25,000 1000 രൂപ. എടാ, എന്തോ 1.30 കൊടുത്ത സാധനം നീയാണെന്ന് ഒറ്റയടിക്ക് കടും പൊട്ടി റേറ്റ് പറഞ്ഞു. ഗൈസ് നമ്മളങ്ങനെ കീബോർഡ് മേടിച്ചിരിക്കുന്നു ഗൈസ്. ഇവരെ മറ്റേ കണ്ണെട്ടി പുറത്തേക്ക്. അതെ, ഞങ്ങൾ പറയാ. നീ നിനക്ക് പൊട്ടിക്കണോ? അതാരെടുക്കും? ഞാൻ പിടിക്കാൻ എന്താ എങ്ങനെയാണ്? വീഡിയോ എടുക്കാൻ ആരും ഇല്ലാണ്ടായി പോയി. അന്ന് ഞാൻ പോയിട്ട് വൈകുന്നേരം വരട്ടെ. അത് പോക്കോ, നീ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, കാശ് കിട്ടില്ലേ? അയ്യോ, ആ അടുത്താക്കും 30 കൊടുക്കാം. ഞാൻ ചെയ്യും ഇവിടെ ചെക്ക്. ഞാനേ അടുത്താകുമ്പോൾ മുമ്പ് കമ്മീഷൻ എനിക്ക് വേണ്ട, ഞാൻ പൊട്ടിക്കാം. കോവിഡ് വന്ന് തീർന്നില്ലേ? എന്റെ ഫോൺ എടുത്താ എന്റെ ഫോണിൽ ക്യാമറ എവിടെയാണ്? എടാ ഒരു മിനിറ്റ്, ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ, അതൊക്കെ എടുത്തത്. സ്പീക്കർ സ്പീക്കറില്ലേ? സ്പീക്കറില്ല, അപ്പൊ കുറച്ച് പേരല്ലേ സ്പീക്കറുണ്ട്. സ്പീക്കറിന് സ്പീക്കറിനകത്ത് കീബോർഡാണ്, അപ്പൊ വെച്ചിട്ട് കുറച്ചാ. കീബോർഡ് 2026 പുതിയൊരു അച്ചംച്ചാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. കത്തിയുള്ളൂ. അറിയാൻ പൊട്ടിക്കാൻ നോർമലായി വർത്തത്. പണ്ട് PSC വെച്ചത് ഓർമ്മയില്ല. പച്ച വിട്ട് ലാസ്റ്റ് അവിടെ കത്തി വരെ കത്തിനകത്ത് കത്തി തപ്പിയെടുക്കാം. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞറിയോ, താൻ ഡോക്ടർ അവനെ നന്നായി. സത്യം ഞാൻ വിളിക്കാം. വളരെ അങ്ങനെ തോംസണിന്റെ രണ്ടാമത്തെ മോണ്ടേജ് ആ ഒരു സീരീസ്. Oh my god! Wow! This is my new keyboard. ഒട്ടും വരില്ല അല്ലേ? ഇത് മാറ്റിട്ട് നമുക്ക് സെഡിഷൻ ആക്കണമെങ്കിൽ നടത്തിത്തരാം അല്ലേ? This is my new keyboard. ഒന്ന് കുത്തോ നീ ഇതാണ് നീ എനിക്ക് തരില്ല എന്ന് പറഞ്ഞ സാധനം. ഇതിനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഉണക്കട്ടെ ഓണാക്കട്ടെ നോക്കി ഇപ്പൊ വീഡിയോ ആണല്ലോ. അങ്ങനെ
അലമ്പുണ്ടാക്കി ഞങ്ങളിൽ നിന്ന് കീബോർഡ് വാങ്ങിയിരിക്കുകയാണ് ഈ കൂതറ. അതിന് പറഞ്ഞു. യെസ് ഗൈസ്, പഴയ എൻ്റെ 2020s ഒക്കെ ഓർമ്മ വന്നു. അന്ന് പോലെ ജനുവരി എടുത്തേ. അന്ന് ജനുവരി അടിപൊളി. അപ്പോൾ അയ്യോ റെക്കോർഡാണല്ലേ? കേസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ മറ്റേതിനേക്കാളും. നല്ല രസമുണ്ടല്ലേ കാണാൻ. പ്ലേ ആക്കുന്നത് എവിടെയാ? ഇപ്പോഴാണ് ഈ ഫുള്ളെല്ലാം ഒന്നും നമുക്കിങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഓപ്പൺ ആക്കി അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എക്സിറ്റ് പോയിക്കോട്ടെ, മറന്നുതല്ല. ഞാൻ എക്സിറ്റ് ഇപ്പം ഇങ്ങനെയൊക്കെ കാണാം. പക്ഷേ പതിയെ കുത്തടാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാം. കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം കിട്ടും. അത് പിയാനോ, കീബോർഡ്, അങ്ങനെ സെപ്പറേറ്റ് ഉള്ളതൊക്കെ ഓർഗൻ അത് ഏതാന്ന് വെച്ചാൽ ഇതെടുക്കുക. അത് വന്നെടുക്കാം. അതിന്റെ സബ്ബാണ് ഇത് വരാം. ക്ലാസ് കഴിയുമ്പോഴേ ബാക്കി എടുക്കുക. പറഞ്ഞ ചാർജ് സത്യം പറഞ്ഞല്ലോ. കഷ്ടമുണ്ടോ അവനായതുകൊണ്ടല്ലേടാ നമ്മളവിടെ എടുത്തോടാന്നൊക്കെ പറയുന്നു. വേറെ കടക്കിട്ട് അത്ര തെങ്ങണമെന്നത് സാധനല്ലേ കീബോർഡ്. പാട്ട് വായിക്കണമെങ്കിൽ നമ്മൾ പിയാനോയിലേക്ക് പോകണം. അടിപൊളി അടിപൊളി അടിപൊളി. വേറെ പിയാനോസൊക്കെ എന്തല്ല പുതിയതായിട്ട് നീ കണ്ടുപിടിക്കണം. ഇതാണ് ഒരു മിനിറ്റ്, നീ ഇപ്പൊ വായിച്ചത് അവരയച്ചതാ പോരെ. വേണ്ട, അതിനൊന്നും എന്നിട്ട് 2 വർഷമായിട്ട് നമുക്ക് വായിക്കാം.
ആ ഇത് ചെക്കാനും മതിട്ടാ. അപ്പൊ ഞാൻ ആഗ്രഹം നിൽക്കണമെന്നില്ല പണ്ട്. നീ വാങ്ങിച്ചോണ്ട് ആക്രികളൊക്കെ ഉണ്ടെല്ലാം കൊടുത്തോ? ആക്രി നീ നിന്റെ വാങ്ങിച്ചോണ്ട് പോണൊക്കെ വീട്ടിലുണ്ടോ അതൊക്കെ കൊടുത്തോ? ഇല്ല. PA സാധനം മേടിച്ചിട്ട് 8 വർഷമായി. എടാ നിന്റെ ഗിറ്റാർ എവിടെയാണ് ഇരിക്കുന്നത്? ഗിറ്റാർ ദുബായില് ആ, അതെന്ത്? കംപ്ലൈന്റ് ആയി. ഇടത് കട്ട് ചെയ്തോട്ടെ, പൂസ് ചെയ്ത് വെച്ചേക്കോ. ആ കട്ടിയതോ അത് വരുവാടോ എങ്ങനെ തിരിച്ച്? ഇല്ല, ഞാൻ അവിടെ വെച്ചത് പക്ഷെ വർക്കാവില്ല. വേണ്ടത് താല്പര്യം ഇതുണ്ട് എഡ്ജുണ്ട് തന്നെയല്ലേ ആ, മറ്റേ പഴയ ഫസ്റ്റ് ആ. അതിന്റെ രാശിയുണ്ടാവും. അതാണ് രാശിത്തോടൊക്കെ നീ ഓർമ്മ കേട്ടോ. ആ സൗണ്ട് കേട്ടാ. ഈ സാധനം റോളണ്ടിനില്ല, അതാണ് പ്രശ്നം. എടാ നിന്റെ ഒരു ലൈവ് പരിപാടി കാണാൻ അറിയോ, പുറത്ത് പോകുമ്പോഴൊക്കെ ഇതാ കിട്ടാ. ഇതും കിട്ടും, മറ്റേ പഴയ മോണ്ടേജും കിട്ടും. അപ്പൊ പിന്നെ ഇത് ടാച്ച് സെറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനാ. കൊറേ എഫക്ട്സ് പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ബില്ലാക്കി ഞാൻ വിളിച്ചിട്ട് പേരെന്തൊക്കെ വിളി- ബില്ലില്ലെങ്കിൽ വേണ്ട, പൈസ കൊടുത്താൽ മതി. നീ ഒന്ന് പോയാ നീ. ഈ സംഭവം അനുഭവിച്ചേ. പ്രേമവതി ഇങ്ങനത്തെ സാധനം. ഇപ്പൊ തന്നെ കുറച്ച് കൂടാ. എടാ വേറെ ബില്ലാക്കി തരാം. നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കോ, ഇല്ലെങ്കിൽ നീ ഇപ്പഴേ എനിക്ക് കേസ് പറിച്ചെടുക്കോ. കണ്ടിട്ട് സഹിക്കണം, അതാണ് അത് ഉദ്ദേശം. തന്നെ ഇമ്മാതിരി നീ ഇങ്ങനെ തടിക്കില്ലേ? ഞാനൊന്നും നീ കാലിൽ ഇവിടെ കാശ് കൊടുത്ത നമുക്ക് എന്താണോ സൈജയുടെ പാട്ട് പാടണ വായിക്കും. വെയിറ്റ് വെയിറ്റ് സംഗീതം വായിക്കും. ആ ആ മന്ദാരം ചെപ്പുണ്ടോ മാണിക്കല്ലും കയ്യിൽ വാർമതിയേ തേരും ഭയമ്പുണ്ടോ ഞാൻ പാടിയതുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഒഴിയും കാലം പാടുന്നു മന്ദാരം ചെപ്പുണ്ടോ മാണിക്കല്ലും കയ്യിൽ വാർമതിയേ അടിപൊളി അടിപൊളി. ഇവിടെ എന്നെ അതിന് ക്ലാരിറ്റി കുറവത്തിലാണ്. രണ്ടുകൂടി മെർജ് ചെയ്ത് അടിപൊളിയാവും. ഞാൻ നിനക്ക് അയച്ചു തരാം, നീ മെർജ് ചെയ്തോ. ഈ സാധനങ്ങൾ കറങ്ങിക്കൊണ്ട് സൈജയുടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് ഇടയ്ക്ക് വിഴുങ്ങിപ്പോയി, കേട്ടില്ല ഇടയ്ക്ക് വരി മറന്നു. വരി പറഞ്ഞ പതിന് താഴ്ത്തി അവിടെ വിഴുങ്ങി പോയെന്ന് എനിക്ക് തോന്നി.
അങ്ങോട്ട് ചെയ്യാം ഇങ്ങനെ കുറയ്ക്കാൻ ഇങ്ങോട്ടേക്ക്. നമ്മള് ഇത് എടുക്കുന്ന voice കൊടുക്കാൻ അങ്ങോട്ടല്ല ഈ ഇതില്ലേ എടുക്കുന്ന വോയിസിന്റെ ആണ്. അത് എടുക്കുന്ന വോയിസ് ഈ പേജസ് ഇങ്ങനെ ഡൗൺ ആക്കാൻ അല്ലെങ്കിൽ ഇത് ഇരിക്കാനാണ്. ചേട്ടാ ഒരു ഫോട്ടോ എടുത്തരോടാ ഇതാരും ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഇത് വിളിക്കോ മതിയെ എല്ലാം വലിച്ചു കുറയ്ക്കോ നശിപ്പീരെ പയ്യന് ഇതൊക്കെ എവിടെ പയ്യെ ഇതെന്താ പയ്യല്ലേ ഇതുവാ ഇപ്പൊ തന്നെ നെഞ്ചിന് നോക്കുമ്പോ പേടിക്കണം. ഉറക്കം പോയതാണ്. ഹലോ ആ ആ ഏ ഏ ഏ ഇത് കട്ടപ്പനക്കാരിയാണ് ഇരിക്കുന്നത്. പക്ഷെ എവിടെയാണ് ആളെന്നെ കണ്ടിട്ടുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാ. ഇത് മറ്റേ എടപ്പള്ളിക്കാരൻ അല്ല, എന്റെ ദൈവമേ, പാലാരിവട്ടക്കാരൻ. കഷ്ടമുണ്ട് അവന്. ഇത് വേറെ ഏതോ കാരൻ. ഇത് ഏത് കാരനാ? അത് പനങ്ങാട്. പനങ്ങാടുകാരൻ. പാലക്കാട്. നീ നിന്റെ പൈസ പോയി, പൈസ പോയി. ചെറുക്കൻ കിളി പോയി. കിളി പോയി. കൊച്ചു പേടിച്ചു. കൊച്ചു ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാണോ? പറഞ്ഞെന്താണ്? കിളി പോയി. കിളി പോയി. നിന്റെ പൈസ പോയി മോളെ, പൈസ പോയി മോളെ. എന്ത് ചെയ്യാനാ, പൈസ പോയി. ഒരു രക്ഷയില്ല, ചെറുക്കൻ നന്നാവുകയല്ല. ആ തീർന്നു ഇത് കൂടി ഉണ്ടാവുള്ളൂ. ഇവിടെ തീരുമാനമായില്ലേ? കൊച്ചു നന്നാവുക. അയ്യോ, നീ പോയി രക്ഷപ്പെടേണ്ടി. ഇതിന് ബാഗ് ഉണ്ടാ? ഇല്ല, എടാ എന്ത് കഷ്ടം. ഞാൻ പിന്നെ എന്തിനു കൊണ്ടുപോകും? നീ ഇത് ബോക്സിൽ കൊണ്ടുപോകും. ഏത് ബോക്സില് ബാഗ്? ഞാൻ കീബോർഡ് ബാഗിൽ തരട്ടെ. ബാഗ് തരട്ടെ, സാധാ ബാഗ് ഇട്ട് തരട്ടെ കീബോർഡിന്റെ. കീബോർഡ് ബാഗില്ലേ? എന്നിട്ട് ബാഗ് തിരിച്ചു തരുമോ? അല്ല മേടിച്ചാ പോരെ ഞാന്. ഒരു 500 രൂപ. മറ്റേ സാധനമാണോ? ഏത്? എടാ സാധാ കീബോർഡ് ബാഗ്. ചേട്ടാ 383 ബാഗ് കൊടുക്കും. ഏതിന്റെ കട്ടിയുള്ള എടുത്താൽ പോലെ. ആ അത് എത്ര? 500 രൂപ ആ ഡിസ്കൗണ്ട് മതി. ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ആക്കാടാ നിനക്ക്. ഡിസ്കൗണ്ട് അല്ല, അതിന്റെ ആഡ് ചെയ്തു. 500 രൂപയല്ലേ ബോസേ, ബെല്ലടിക്കാൻ പോകണല്ലോ. നീ ഞങ്ങളെ കൊന്നു കളയുവാ. വെറും 500 രൂപ. 1,25,000 അപ്പൊ 2000. നീ എവിടെ വന്ന മരഭൂതമേ? 2000. പിന്നെ കൊല്ലണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇവനെ ഞാൻ. എന്റെ നാട്ടുകാരി ഷിമ്മിക്കൂടാ? എടാ, പൈസ കിട്ടി. ഞങ്ങളുടെ നാട്ടില് ഇവർക്ക് ഇങ്ങനെ തേടാ നമുക്കറിയാം. ആ, നമുക്കറിയാം. ഫോട്ടോ എടുത്തില്ലടാ. നിക്കാൻ പിന്നെ വിളിക്കാം, ഫോട്ടോ എടുക്കട്ടെ. അത്രേ ഉള്ളൂ. ഫോട്ടോ എടുത്തിട്ടുള്ള ബന്ധമൊക്കെ മതി. ഭാര്യയെ നിന്റെ ചാട്ടം നടത്താക്കോട്ടോ അവള്. എടാ പെട്ടിയില്ല. ഇത് just ഇങ്ങനെ പിടിക്കാനാടാ. എടാ ഇത് പിടിച്ച് നീ ഇവിടെ നിക്ക്. അപ്പൊ മ്യൂസിക് സ്ക്വയർ മൊത്തം ആ മാറി കിടന്നു. ഞാൻ നല്ല നോക്കിക്കോളാം. സ്ക്വയറിന് കണ്ണ് കിട്ടല്ലേ? എന്റെ ഒരു അവസ്ഥയെ ആ ചേച്ചി എന്തുകൂടെ നീ ഉദ്ദേശിക്കുന്നു? ചർച്ച എടുത്തോ പറഞ്ഞു. ചർച്ച കിടത്താനല്ല. സജിന് പറഞ്ഞു എന്താടാ എപ്പോഴാ ചാപ്പട്ടി ജയിലില്ലേ? 1698 എന്റെ നമ്പർ. ജയിലിലെ നമ്പർ. ജയിലിലെ നമ്പറോ? നമ്പറിൽ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കൂലേ? എടാ നീ ഇവിടെ വെക്കണേ. എന്തുവാടാ ബിലാലെ, ഇപ്പൊ തന്നെ നീ അത് നശിപ്പിക്കുവോ? കട്ട് ഔട്ടാണ്. കാശ് പോയതല്ല. അല്ല ഇപ്പൊ തന്നെ അവനെ നശിപ്പിക്കും. ഈശ്വരാ. എന്നെ കൊണ്ടുപോയിട്ട് അടിക്കാനല്ല ഫോട്ടോ നോക്കട്ടെ. ചെറുക്കനെ അയ്യോ പ്രാന്താവുന്നു. ലൈറ്റ് ഇല്ലടാ. ബ്രൈറ്റ്നസ് കൂട്ടിട്ട് നോക്കിയത്. ആ കളർ ചെയ്യാം. ലൈറ്റ് ആഹാ പവറായി. തയ്ച്ചത് 500 രൂപയാ. അതൊന്നും പോയുള്ളൂ. ചേട്ടാ പെട്ടിയിലാക്ക്. തുണിയിരിക്കോ? ചേട്ടാ പെട്ടിയിലാക്ക്. വാങ്ങൂടാ 500 രൂപടാ. എടാ ഈ ബോക്സ് വേണോ നമുക്ക് നിർബന്ധം? ഇല്ലടാ കുറച്ചും കൂടിക്കോളാം. അവനൊന്നും വേണ്ട വരുവാടാ. ചിലപ്പോ അഡാപ്റ്ററിന്റെ കോല് മാത്രം വേണ്ടി പറയാം. അതൊക്കെ ബോക്സ് ഇവിടെ കയറത്തില്ല. ഇങ്ങനെയാണെങ്കിൽ സെറ്റ് ആണ്. അങ്ങനെ മതി. ബോക്സ് എന്തിനാണ്? പിന്നെ ബോക്സിൽ അയക്കാൻ ബോക്സിൽ എടുക്കണം. പൈസ വേണം. പൈസേ മേടിച്ചു. വേറെ ബാഗിന്റെ ആവശ്യമില്ലത്. ഇല്ല ബിനു 500 ബോക്സ് മതി. നിങ്ങൾ എന്താണിത് ഇത്ര വലിയ സ്ഥാപനത്തിലൊക്കെ 500 ഒക്കെ എടുക്കാൻ?
ഈ ചെറുക്കനെ ഇനി ഇതിനകത്ത് കയറി എന്റെ ഫോൺ ഞാൻ ഓഫ് ആക്കാം. അവന്റെ പണസഞ്ചിയോടെ വെച്ചിട്ടാണ് ഇതിന് വർത്താനം കൊള്ളാം. കാണിച്ച്. ഇവനെടുത്ത ഫോട്ടോ ഇത്, ഞാൻ കളർ ചെയ്ത ഫോട്ടോ ഇത്. കുഴപ്പമില്ലേ, നല്ലതാണ്. ഇത് ഡയലോഗ് ഒന്നുമില്ല. അത് അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ എടുത്തിട്ട് കൊടുത്താ കേട്ടോ ഗ്രൂപ്പില്. എടാ ഞാൻ ഇടുള്ളൂ. ഏത്? ആ അത് കളർ ചെയ്തതാണ്. കളർ ചെയ്ത് വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ എടുത്ത് കിട്ടോളാം. അപ്പൊ പോട്ടെ. 500 രൂപ നീ ആ അങ്ങനെയാ, ക്യാഷ് തന്നാ മതി. അത് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ക്യാഷ് തന്നാ മതി. ഹാപ്പി കസ്റ്റമർ. ഹാപ്പി കസ്റ്റമർ. ആ മോന്ത കണ്ടാലും പറയുന്നത്. ഇവൻ അവിടെയും പോയോന്ന്. ഞാൻ സുല്ലേട്ടനേക്കാളും ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. അല്ല അങ്ങനെ പറയല്ലേ. ഇവിടെ ഇവര് എന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരുന്നാണ് മാനുവലില്. ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഞാൻ സംഗീതമാണുള്ളത്. ഫോട്ടോ ഉണ്ട് കാണണ, ഫോട്ടോ ഉണ്ട് കാണണ. നിന്റെ സംഗീതമായുള്ള കംപ്ലീറ്റ് ബാങ്ക് സാധനം എന്റെ വാപ്പയ്ക്ക് കൊടുത്തത് ഞാൻ. ഓ അങ്ങനെ തന്നെ വേണം. പക്ഷെ വാപ്പനെ വിളിക്കാം, വാപ്പക്ക് എന്താ ബിസിയായി. ഞാൻ വാപ്പനെ വിളിച്ചിട്ട് വന്നതാ. ഒരു പെണ്ണില്ല, ഒരു എട്ടാനൊന്നില്ല, എങ്ങനെയെങ്കിലും കിട്ടിക്കണം. പാവം ചക്കര് പെണ്ണ് കെട്ടിപ്പോ ഇത് വന്ന് മുടക്കി. പെണ്ണ് കെട്ടാനൊക്കെ മറ്റേ എന്താ പറയാ, എന്തോ സന്താന യോഗം അല്ല, മറ്റേ യോഗം ഏതായിരുന്നു? മറ്റേ യോഗം, കല്യാണ യോഗം, ദാമ്പത്യ യോഗം നിനക്കില്ലടാ. നിങ്ങൾ നശിപ്പിച്ച് കൊട്ടാരം വിട്ട് നാട്ടിച്ച്. ഞാൻ മാറുമ്പോ അത് ചെയ്യാൻ ഇഷ്ടംപോലെ പണി അല്ലാതെ എനിക്കുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, കുറെ പണിയുണ്ട്. ലോട്ട് ഓഫ് പണികൾ ഹിയർ. ഞാൻ ഇതെടുക്കാൻ വിചാരിച്ചു. ഈ വർഷം 2024 നടക്കും. നടത്തണം. സംഗീതം നീ ഈ വർഷം നീ കെട്ടും, ഇല്ല നിന്നെ കെട്ടിക്കും. നിനക്കിപ്പോ എത്ര വയസ്സായി? 30. ആ കുഴപ്പമില്ല. 30. അപ്പോൾ നീ ഒട്ടും അല്ലേ, അതല്ല പറഞ്ഞത്. നീ ഒട്ടും എന്നല്ല പറഞ്ഞത്. എടാ ഇതിന്റെ അടുത്ത് നീ കല്യാണം വിളിക്കാതെ കല്യാണത്തിന് പോലും വിളിക്കരുത് ഇതിനെ. അവൻ പറഞ്ഞ കേട്ടോ, അവൻ പറയണം കല്യാണത്തിന് പോലും ഇതിനെ വിളിക്കരുത്. കല്യാണത്തിന് അന്ന് പറഞ്ഞു വിളിച്ചാൽ എന്റെ റിസപ്ഷൻ വന്നാ മതി. കറക്റ്റ് നീ ചിന്തിക്കണം. ഇല്ല. എടാ എപ്പോഴും ഇവന്റെ കൂടെ നടക്കുന്ന ഞാന് കല്യാണ റിസപ്ഷന് വന്നാ മതി. ഇങ്ങനെ മുടക്കാൻ പിന്നെ എന്താ ചെയ്യാ? അവൻ പറഞ്ഞ കല്യാണം വിളിക്കണ്ടെന്ന് അവൻ പറഞ്ഞു. ആ കല്യാണം വിളിക്കണം. റിസപ്ഷനിൽ അത് ജോലിക്ക് നിൽക്കൂലേ. എടാ ഒന്നൊരു കാര്യം ഞാൻ വിളിച്ചിട്ടുണ്ടായത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആ സാധനം അല്ല. നിങ്ങളെന്തായി? രണ്ട് കല്യാണായി. നീ കല്യാണം കഴിക്കുന്നുണ്ടോ ഇനി? ഇനിയാ ഓർഡത്തിലോട്ട് അല്ല, അടിപൊളിയാണ്. സൂപ്പറാണ്, പൊളി മൂടാണ്. എന്റെ സംഗീതേ, സംഗീതം നീ കേട്ടണ്ടടാ. നിനക്ക് ഈ ഫ്രീഡം ഇല്ലാണ്ടാവും. ഇന്ന് ആലോചിച്ച് നോക്കി. നീ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ചേച്ചിയായിട്ട് സംസാരിക്കുന്നൊന്നും ഇഷ്ടപ്പെടൂല. വെറുതെ എന്തിനാ? ഇല്ല എന്നോട് പെരുമാറുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ കലക്കും. ഓപ്പൺ ആവാറ് അന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ, എരടാവും. ഈ വർഷം യവനം കെട്ടിക്കണം. നമ്മളെ ഇതിനാദ്യം കിട്ടിക്കണം ചേട്ടാ. എന്റെ ജീവിതം ഞാൻ അറിയാലൊക്കെ എന്ത് പയ്യ വെറുതെയാടാ, കല്യാണമൊന്നുമില്ല. ഞാൻ അവന്റെ ആരും ആലോചിക്കണേ, നിന്റെ ആരും ആലോചിക്കണത്. നീ അത് ഓഫ് ചെയ്യോ? ഇത് ഓഫാണ്. ആണോ? ഇവനെ കെട്ടിക്കണം. എന്താ നല്ലൊരു പെണ്ണിനെ കെട്ടി. ആ കേട്ടില്ലേ? സമാധാനമില്ല. നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചില്ലായിരുന്നു, പക്ഷെ ഞാനല്ലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ച്. ചോറ് വാരി കുറച്ച് കല്യാണം മുടക്കിയ അതെ കൊച്ചായ പഴയ ഓർമ്മയൊക്കെ കുത്തിപ്പൊക്കി. ഒരു ഉരുള ചോറ് വെച്ച് അവന്റെ പെണ്ണിട്ടിട്ട് പോയി. ഇപ്പൊ അവള് സുഖമായിട്ട് ഇരിക്കണു. ഇവനിങ്ങനെ ഫോണും കുത്തി മൂഞ്ചി തുടങ്ങിയിരിക്കുന്നു. ഇളിച്ചോ എടാ, നമുക്ക് അവസരം വരൂടാ. എടാ കല്യാണം എന്നെ വിളിക്കണോട്ടാ. ഇവള് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. നമുക്ക് കലക്കാം. അടിപൊളിയാക്കാം. സംഗീതം ഞാൻ ഇപ്പോഴും ഇവിടെ ഞാൻ പറയുന്നു,
എന്നെ വിളിച്ചില്ല നീ സത്യമായിട്ട് ഇപ്പൊ അനുഭവിക്കും സത്യടാൻ പോയതല്ലേ. അവൻ വിളിക്കും എന്നെ വിളിക്കാതിരിക്കുമോ? അത് ഞാൻ പറഞ്ഞു. സംഗീതേ പോട്ടെടാ സംഗീതേ. ബൈ ചേട്ടാ ബൈ. പോട്ടെ. നന്ദിയുണ്ട് ഇനി വരണട്ടാ ആലോചിക്കാട്ടോ. ഇനി വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൾക്ക് കിട്ടി. ലെറ്റ്സ് ഗോ. ഓ താങ്ക് യു സോ മച്ച്. ഇറങ്ങടാ പന്തി. അപ്പൊ അങ്ങനെ let's go. ഇതാണ് എൻ്റെ ചെറിയ സ്റ്റുഡിയോ. വീട്ടിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്തേക്കണേ. എൻ്റെ ഈ പിന്നെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷോ തിരക്കാണ്ട് കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ചെക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.